കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് തൻ്റെ യാഗരക്ഷയ്ക്ക് പുത്രനെ അയക്കണം, രാമനെ അയക്കണം എന്ന് പറഞ്ഞപ്പം രാമനെ അയക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഊന ഷോഡശ വരുഷോമേ രാമോ രാജീവലോചന. 16 വയസ്സ് തികയാത്ത ഉണ്ണിയാണ് എൻ്റെ മകൻ. ന യുദ്ധയോഗ്യതാം അസ്യ യുദ്ധയോഗ്യതാം യുദ്ധം ചെയ്യാനുള്ള പ്രാപ്തിയൊന്നും ആ കുട്ടിക്ക് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ അക്ഷൗഹിണി പട്ടാളക്കാരൊക്കെ എൻ്റെയാണ്, അതുകൊണ്ട് അവരുടെ കൂടെ ഞാൻ അങ്ങയുടെ യാഗം രക്ഷിക്കാനായിട്ട് വരാം എന്ന് രാജാവ് പറഞ്ഞ സമയത്ത് രാജാവിൻ്റെ ഈ വർത്തമാനം കേട്ടപ്പം അദ്ദേഹം എന്തേ പറഞ്ഞു എന്നാണെങ്കിൽ എന്താ വെച്ചാൽ ഉണ്ണിയാണ്, അതുകൊണ്ട് സാധിക്കില്ല, ഈ രാക്ഷസന്മാരുടെ കൂടെ യുദ്ധം ചെയ്യാനൊന്നുള്ള പ്രാപ്തി ഇല്ല. ഞാൻ എന്ത് ചെയ്യാം? ഞാനാണെങ്കിൽ നല്ല ചതുരംഗസേനയുടെ നാഥനാണ്. ചതുരംഗ സമായുക്തം മയാച സഹിതം നയ. ഈ ചതുരംഗ പട്ടാളം എന്ന് പറഞ്ഞാൽ ആന, തേര, കുതിരയുണ്ട്, കാലാള. ഈ 4 വിഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? ചതുരംഗം. ആന പറഞ്ഞാൽ ആനപ്പട, ആനയുടെ പുറത്ത് കയറിയിട്ടൊക്കെയുള്ള യുദ്ധം. പിന്നെ കുതിരപ്പട, അതാണ് ആനയും കുതിരയും. പിന്നെ തേരിലിരുന്ന് യുദ്ധം ചെയ്യുന്ന സമ്പ്രദായം. കാലാള പറഞ്ഞാൽ നിലത്ത് നിന്ന് കാലിൽ നിന്ന് നടന്നും ഒക്കെ യുദ്ധം ചെയ്യുന്ന കാലാളപ്പട. ഈ 4 കൂട്ടരുടെയും 4 വിഭാഗങ്ങൾ ചേർന്ന് ഒരു സൈന്യ സന്നാഹത്തിന് പറയുന്ന പേരാണ് ചതുരംഗപ്പട എന്ന് പറയും. ചതുരംഗം. ഇപ്പം ഈ ചതുരംഗസേന എന്ത് ചെയ്യണോ? ഇപ്പം നമ്മുടെ ഇപ്പോൾ പട്ടാളത്തിലുണ്ടല്ലോ കുതിരപ്പട്ടാളം, മറ്റേ ജാതി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഓരോ ബറ്റാലിയനായിട്ട് ഓരോ വിഭാഗം, എന്താണ് ഖൂർഖകൾ, അതുപോലെ 10 പ്രത്യേകം വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഈ 4 ജാതി വിഭാഗക്കാർ ചേർന്നിട്ടുള്ള സൈന്യസന്നാഹം എനിക്കുണ്ട്. അതുകൊണ്ട് എന്ത് വേണ്ടു? യദിവാ രാഘവം ബ്രഹ്മൻ നേതുമിച്ഛസി സുവ്രത ചതുരംഗ സമായുക്തം മയാച സഹിതം നയ. അങ്ങേക്കിപ്പോൾ കാര്യം നടക്കുകയല്ലേ വേണ്ടു, യാഗരക്ഷയല്ലേ വേണ്ടു. അതിപ്പം അല്ലേ ആര് കുത്തിയാലും അരി വെളുത്താൽ പോരെ? എന്ത് അങ്ങയുടെ യുദ്ധം അങ്ങയുടെ രാക്ഷസന്മാരെ കൊണ്ടുള്ള ഉദ്രവം തീരെയല്ലേ വേണ്ടു. പിന്നെ ആൾ എന്നെ ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ, കാര്യം നടക്കട്ടെ, ഞാൻ വരാൻ, പേടിക്കണ്ട, അങ്ങ് പരിഭ്രമിക്കേണ്ട, യാഗത്തിനൊരു മുടക്കം ഉണ്ടാവില്ല, ഞാൻ ഉണ്ടാവും മുമ്പിൽ, ഈ പട്ടാളം ഉണ്ടോ, പിന്നെ എന്തിനെ വിഷമിക്കണോ? എന്താ വെച്ചാൽ ഞാൻ നല്ല പ്രാപ്തിയുള്ള ആളാണേ, കുറേ കാലം പരിചയമൊക്കെ. 60 വർഷ സഹസ്രാണി ജാതസ്യ മമ കൗശിക ദുഃഖേനോത്പാദിതശ്ചായം നരാമം നേതുമർഹസി. അതാണ് കാരണം പറഞ്ഞത്. കാരണം എന്താണെന്ന് ഇഷ്ടമുണ്ടോ? 60 വർഷ സഹസ്രാണി. 60 എന്ന് പറഞ്ഞാൽ 60, 60 വർഷം 60 കൊല്ലം, സഹസ്രാണി 1000. അപ്പോൾ 60,000 കൊല്ലമായി ഞാൻ ജനിച്ചിട്ടാണ്. 1000 പോട്ടെ, അതൊരു പറഞ്ഞപ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോയതാവും. രാജാവിന് ഇപ്പോൾ ഏതാണ്ട് എത്ര വയസ്സുണ്ടാവും? ഒരു 60 വയസ്സുണ്ടാവും. രാമന് 12 വയസ്സുണ്ട്. അപ്പം എത്രാമത്തെ വയസ്സിലാവും രാമൻ ഉണ്ടായത്? ആകെ പെശകായി, കാൽക്കുലേറ്റർ ഒന്നും എടുത്തിട്ടില്ല അല്ലേ? നമ്മൾ ഇന്നലെ നിരീക്ഷിച്ചെടുക്കണമെന്ന്. 48 വയസ്സുള്ള കാലത്താണ് ഈ ഉണ്ണി ഉണ്ടായത്. 48 വയസ്സ് കാലത്തൊക്കെ ഒരു പുത്രൻ ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പം ഒരു വലിയ ഭാഗ്യമായിട്ടല്ലേ കൂട്ടുക. അച്ഛൻ വിവാഹമൊക്കെ കഴിഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞിട്ടുണ്ടാവും. ഏതായാലും രാജാക്കന്മാരൊക്കെ ആകുമ്പോൾ 10-20 വയസ്സിൽ നേരത്തെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കല്യാണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്രയും കാലം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഭജിച്ച് മോഹിച്ച് പല ജാതി സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടൊക്കെ അങ്ങനെ അത്രയ്ക്ക് മോഹിച്ചുണ്ടായ ഉണ്ണിയാണേ. അതവിടെ പറഞ്ഞത് 60 വർഷ സഹസ്രാണി ജാതസ്യ മമ കൗശിക. കൗശികൻ എന്ന് പറഞ്ഞാൽ ഈ വിശ്വാമിത്രരെ വിളിച്ച പേരെ. കുശികൻ എന്ന് പറഞ്ഞാൽ കുശിക വംശത്തിൽ ജനിച്ച മഹാത്മാവായതുകൊണ്ട് വിശ്വാമിത്രർ എന്ത് പറയും? കൗശികൻ എന്ന് പറയും. അങ്ങനെ പണ്ടൊക്കെ ഈ പൂർവ്വ പരമ്പരകളെ കൊണ്ടാണ് എന്ത് പറയുക, രാഘവ എന്നൊക്കെ രാമനെ വിളിക്കും. ഈ രാഘവനെ രാമൻ കണ്ടിട്ടൊന്നുമില്ല. എന്ത് രഘു എന്ന് പറഞ്ഞ മഹാത്മാവിൻ്റെ പരമ്പരയിലുണ്ടായ ആളായതുകൊണ്ടാണ് രാഘവൻ എന്ന് പേരുണ്ടാവുന്നത്. ഈ രഘു എന്ന് പറഞ്ഞ മഹാത്മാവിനൊന്നും രാമൻ്റെ കാലത്തുള്ള, അതോ എത്രയോ പഴയ പരമ്പരയിൽ പഴയ, അതങ്ങനെ രാഘവ, അതുപോലെ ഒരു പേരാണ് ഈ കൗശികൻ.
കൗശികൻ എന്നുള്ള പേര് പൂർവികന്മാരുടെ സമ്പ്രദായത്തിൽ വെച്ച് വിളിക്കുന്ന പേരാണ്. അപ്പോൾ അവിടെ പറഞ്ഞ ഞാൻ ജനിച്ചിട്ട് 60,000 കൊല്ലമായി. അച്ഛാ 60 ഏതാണ്ട് നമ്മുടെ യുക്തി വെച്ച് നോക്കുമ്പോൾ 60 കൂട്ടിക്കോളൂ. അങ്ങനെ കൂട്ടണമെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. നമുക്കങ്ങനെ കൂട്ടണ വിരോധമൊന്നുമില്ല. എന്തായാലും ദശരഥൻ ചോദിക്കാനൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അങ്ങനെ കൂട്ടാം. അപ്പോൾ 60 വർഷ സഹസ്രാണി ജാതസ്യ മമ കൗശിക, ഞാൻ ജനിച്ചിട്ട് 10-60,000 കൊല്ലായി. അങ്ങനോ ദുഃഖേന വളരെ വിഷമിച്ചിട്ട് ഉത്പാദിതോ, നോക്ക് എത്രയ്ക്ക് വിഷമിച്ചിട്ടാണ് ഈ ഉണ്ണി ഉണ്ടായത്. അങ്ങ് എന്ത് അന്ന രാമം നേത്തുമരുഹസി. അതുകൊണ്ട് രാമനെ കൊണ്ടുവരും. ഈ ദശരഥൻ പറഞ്ഞതിന് യുക്തി ഉണ്ട്. എന്താ വെച്ചാൽ അങ്ങനെ ഉണ്ടായ ഉണ്ണി ആയതുകൊണ്ട് അത്ര കൊഞ്ചിച്ചിട്ടും കുഴയിച്ചിട്ടൊക്കെ വളർത്തണുണ്ടാവുകയെ. അത്ര വാത്സല്യത്തോടെ നിലത്ത് വെച്ചാൽ തലയിൽ വെച്ചാൽ 2 ദിക്കിലും പ്രാണിയുള്ളതുകൊണ്ട് 2 ദിക്കിലും വെക്കാം. അങ്ങനെയൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടിൽ. അങ്ങനെ ലാളിച്ച് കൊണ്ടാടിയിട്ടൊക്കെ നടക്കണ ഉണ്ണിയൊക്കെ ആവുമ്പം അപ്പോൾ കൊടുക്കാൻ തോന്നില്ല. അപ്പോൾ അയ്യോ അത് പറ്റില്ല, എന്തായാലും തരില്ല എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ. അതിന് നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എന്തിൽ അവനവൻ്റെ ഉണ്ണിയെ കൊടുക്കാനൊക്കെ വിഷമമുണ്ടാവും, ബുദ്ധിമുട്ടുണ്ട്, ചെറിയ കുട്ടിയാണ്, പറ്റില്ല, തരില്ല, 12 വയസ്സായിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നതിലൊരു യുക്തിയുണ്ട്. പക്ഷേ ഈ ഒരു ബോധ്യം രാജാവിൻ്റെ ഉള്ളിൽ അപ്പോൾ ആദ്യം പറയുമ്പോൾ ഉണ്ടായാൽ മതിയായിരുന്നു. എന്ത് അതാണ് ഈ അടക്കല്യാന്ന്. അപ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളിനി എത്ര വലിയ ആളാണെങ്കിലും എന്തൊക്കെ പ്രാപ്തിയുള്ള ആളാണെങ്കിലും എന്തിനും നമ്മൾ മതിയെന്നൊരു തോന്നലുണ്ടാവരുത്. ചിലതിനൊക്കെ നമ്മൾ മതിയാവും, ചിലതിന് നമ്മൾ മതിയാവില്ല. ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ നല്ലോണം പഠിച്ചിട്ടുണ്ട്. പല ജാതി കോളേജിലൊക്കെ കോളേജൊക്കെ ഇപ്പോൾ പൂട്ടിപ്പോയി. അത്രയ്ക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പറമ്പിൽ ചെങ്ങൻ്റെ ചോട്ടിൽ കളിക്കണമെങ്കിൽ അതിന് മറ്റേ ആളെന്നെ വന്ന് കളിച്ചാൽ തെങ്ങിൻ്റെ ചോട്ടിൽ വെള്ളം വീഴുള്ളൂ. പിറ്റേത്തെ കുംഭമാസത്തിൽ വല്ല നാളികേരം ഉണ്ടാവില്ല. നമ്മൾ കോളേജിൽ പോയതുകൊണ്ട് തെങ്ങിൻ്റെ മുകളിലൊന്നും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ അത് നിസ്സാരാന്ന് തോന്നുന്നു. നിസ്സാരമല്ല, അത് നമുക്ക് പറ്റില്ല. അപ്പോൾ ശരിയല്ലേ അത്? അപ്പം കേമത്തരങ്ങളൊക്കെ നമുക്കുണ്ടാവും. പക്ഷേ എല്ലാറ്റിനും നമ്മൾ മതി എന്നുള്ള അഹമ്മതി പാടില്ല. അങ്ങനത്തെ ഒരു തോന്നലും പാടില്ല. രാജാവ് താൻ ചതുരംഗപ്പടയുടെ നാഥനാണ്, യോഗ്യനാണ്, വലിയ രാജ്യത്തിൻ്റെ എന്നൊക്കെ തോന്നിയിട്ട് അവൻ രാജാവ് എന്താ വേണ്ടു വെച്ചാൽ ചോദിച്ചോളൂ, തരാം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ പിടിവിട്ട് വാക്കുകൊണ്ട് എന്ത് ചെയ്യരുത്, പെരുമാറരുത്. ആ ഒരൊറ്റ വാക്കിൻ്റെ അസ്ക്യതയോടെ മഹർഷിക്ക് ദേഷ്യം വന്ന് ആദ്യം പ്രതിജ്ഞ ചെയ്തു. അപ്പം അദ്ദേഹം പ്രതീക്ഷിച്ചു. ആര്? വന്ന മഹർഷി പ്രതീക്ഷിച്ചു. പിന്നെ തരില്ല എന്ന് പറഞ്ഞു. പ്രതീക്ഷയ്ക്ക് ഭംഗം വന്നു. രാജാവ് സത്യം തെറ്റിച്ചു. മഹർഷിക്ക് ദേഷ്യവും വന്നു. അപ്പോൾ അദ്ദേഹത്തിന് മുഷിഞ്ഞു. കുറ്റം പറയാൻ പറ്റില്ല. എന്താ കാരണം? അങ്ങനെയല്ലേ ഉണ്ടായത്. ഇപ്പോൾ പറയണു ഇത്. എന്നിട്ട് ഇപ്പോൾ യുക്തി നിരത്തുകയാണ് ആര്? രാജാവേ താൻ എന്തുകൊണ്ട് തരില്ല എന്ന് പറഞ്ഞു, പുത്രനെ തരില്ല എന്ന് പറഞ്ഞതിൻ്റെ ആ യുക്തി വിശദീകരിക്കുക ചെയ്യണത്. വല്ലാത്ത വിഷമാണത്. അതാ ഉണ്ടായത്. നമ്മളില്ലെങ്കിൽ ചില വാക്കൊക്കെ പറഞ്ഞാൽ പിന്നെ അതിനെ വിശദീകരിക്കാൻ എന്തൊക്കെ ജാതി പണിയെടുക്കണമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം നോക്കിയും കണ്ടും ലേശം അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് ധാരാളം പറയണ്ടേ. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല, തരാൻ വിഷമമുണ്ട് കേട്ടോ എനിക്ക്. അതുകൊണ്ട് എന്താ വെച്ചാലേ ഈ ചതുർണാമാത്മജാനം ഈ പ്രീതി, എനിക്ക് ഈ 4 മക്കളിലും 4 മക്കളെയും വലിയ ഇഷ്ടമാണ്. എന്നാലും മൂത്ത മകനാണ് ആര്? രാമനെ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി അതിലെന്തുണ്ടാവും, കുറച്ചധികം കൂടും, നല്ലോണം കൂടും എനിക്ക്. അതുകൊണ്ട് ജ്യേഷ്ഠം ധർമ്മപ്രധാനം ച രാമം നേതുമർഹസി. അത് മൂത്ത മകനാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം ചോദിച്ചാൽ ഈ മൂത്ത മകനാണ് രാജാവുക. അങ്ങനെയൊക്കെ ചില ക്രിയകൾക്കൊക്കെ എല്ലാവരും മൂത്ത മകനാണ്. എന്തിനും പുത്രന്മാർ കുറേ പേരുണ്ടെങ്കിലും എല്ലാറ്റിനും മുമ്പിൽ ആരാ വേണ്ടത് എപ്പോഴും? ഇപ്പോൾ ഒരു കാര്യത്തിന് മുമ്പിലേക്ക് വരുമ്പോൾ വലിയേട്ടൻ ഇങ്ങോട്ട് വരിക. ആര്? താഴെയുള്ളവരൊക്കെ ഇങ്ങനെ ഒതുങ്ങി പിന്നാക്കം അങ്ങനെ വരിയായിട്ട് നിന്നാൽ മതി. ഇപ്പോൾ ഒരു ക്രിയയ്ക്ക് ഇരിക്കുമ്പം എല്ലാവരും ഒന്നും ചെയ്യേണ്ട, വലിയേട്ടൻ ചെയ്യും. അല്ലാത്തവരൊക്കെ പുറത്ത് തൊട്ട് മാന്തരുത്, പുറത്ത് തൊട്ട് ഇരുന്നാൽ മതി. നമ്മളൊന്നും ചെയ്യേണ്ട, ആര് ചെയ്താൽ മതി? വലിയേട്ടൻ ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെയല്ലേ പതിവ്. എന്താ കാരണം? അതൊരു പ്രാധാന്യമാണ്, സ്ഥാനം. അതുകൊണ്ടാണ് പറയുക മൂത്ത ജ്യേഷ്ഠന് അച്ഛൻ്റെ സ്ഥാനമാണെന്നാണ് പറയുക. ജ്യേഷ്ഠന്മാരുണ്ടാവില്ലേ, അച്ഛൻ്റെ സ്ഥാനമാണ്. അപ്പം അച്ഛൻ ഒക്കെ ഇല്ലാണ്ട് ചെയ്യുക പിന്നെ ആരാ ആ സ്ഥാനത്തുണ്ടാവുക? ജ്യേഷ്ഠനാണ്. മൂത്ത ജ്യേഷ്ഠനെ നമ്മൾ അച്ഛനെ പോലെ കൂട്ടിയിട്ട് അച്ഛൻ പറയും പോലെ കണക്കാക്കണം, അച്ഛനെ പോലെ ബഹുമാനിക്കണം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതാണ് കാരണം. അപ്പോൾ ജ്യേഷ്ഠൻ്റെ ഇല്ലെങ്കിൽ മൂത്ത ജ്യേഷ്ഠത്തെ നമ്മൾ അമ്മയെ പോലെ കൂട്ടില്ലേ? വലിയ ഓപ്പോളന്മാരൊക്കെ ഉണ്ടാവില്ലേ? നമ്മളൊക്കെ പണ്ട് വലിയ മുതിർന്ന ഓപ്പോളന്മാരാണ്. ഇളയ മക്കളൊക്കെ എന്തുണ്ടാവുള്ളൂ? ഇളയതിനെ പറ്റപ്പം വലിയ ഓപ്പോളക്ക് 25 വയസ്സാണ് മൂത്ത ഓപ്പോളൊക്കെ. അപ്പോൾ പിന്നെ എന്നിട്ട് അമ്മയെ പോലെ തന്നെ കൂട്ടാൻ പ്രായം കൊണ്ട്, അതേ സ്ഥാനം കൊണ്ട്, അതേ സ്വഭാവം കൊണ്ട്, സമ്പ്രദായം കൊണ്ട് അങ്ങനെയൊക്കെ പതിവുണ്ട്. പണ്ടൊക്കെ അതൊക്കെ പതിവുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും പതിവില്ല. അച്ഛാ കാലം മാറിയപ്പോണ്ടായ സമ്പ്രദായങ്ങളൊക്കെ മാറിയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അയക്കാൻ എനിക്ക് വിഷമമുണ്ട്, ഞാൻ അയക്കില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോഴേക്ക് എന്താ വെച്ചാൽ മഹർഷിക്ക് ദേഷ്യം വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം അവിടുന്ന് പോകുമ്പം അദ്ദേഹം അവിടുന്ന് മുഷിഞ്ഞിട്ടാണ് പോണതേ.
എന്നിട്ട് പറഞ്ഞത് എന്താണെന്നാണെങ്കിൽ ബാലം മേ തനയം ബ്രഹ്മൻ നൈവ ദാസ്യാമി പുത്രകം ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞു. അതാണ് അവസാനത്തെ വാചകം. ആദ്യം പറഞ്ഞു അയ്യോ കൊണ്ടുപോകാൻ പാടില്ലട്ടോ നെയ്ത്തുമരഹസി അതങ്ങ് കൊണ്ടുപോകുന്നത് ശരിയല്ല, അതിനങ്ങ് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന മട്ടിൽ പറഞ്ഞ രാജാവ് പൊടുക്ക ഉപസംഹരിച്ച് പറഞ്ഞത് എന്താണെന്നറിയൂ? അതായത് ബാലം മേ തനയം ബ്രഹ്മൻ, ബാലനായ എൻ്റെ മകനെ ബ്രാഹ്മണോത്തമ നൈവ ദാസ്യാമി പുത്രകം, തരില്ല ഞാൻ. എന്നാ ദാസ്യാമി എന്ന് പറഞ്ഞാൽ തരില്ല എന്നേ ഉള്ളൂ. നൈവ എന്ന് പറഞ്ഞാൽ തരില്ലെന്നെ, ഏവ അവധാരണത്തിന് ഉറപ്പിക്കാനാണത്. തരില്ല എന്നെ. രാമ ആഗച്ഛതി എന്ന് പറഞ്ഞാൽ രാമൻ വരണമെന്നേ ഉള്ളൂ. രാമ ഏവ ആഗച്ഛതി പറഞ്ഞാൽ രാമൻ തന്നെ വരണതെന്നാണ്. വ്യത്യാസം ഉണ്ടല്ലോ അതിൽ. മറ്റേത് രാമൻ വരണോ പറഞ്ഞാൽ രാമനായാലും വിരോധമില്ല, ഇനി കൃഷ്ണനായാലും നമുക്ക് വിരോധമൊന്നും ഇല്ല. രാമൻ തന്നെ വരണേന്ന് പറഞ്ഞാൽ എന്തായി? ഉറപ്പിച്ചു പറഞ്ഞ ആളാരാണെന്ന്. അവധാരണാണതേ എന്ന് പറഞ്ഞ മാതിരിയാണ് എന്ത്? നൈവ ദാസ്യാമി, തരില്ല എന്നെ, എന്ത് പറഞ്ഞാലും തരില്ല എന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഇങ്ങോട്ട് ഉറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മഹർഷി നമ്മൾ വരുമ്പോഴേ പറഞ്ഞതാ, വിശ്വാമിത്രൻ ലേശം ശുണ്ഠിക്കാരനല്ല അദ്ദേഹം. അങ്ങനെ ഒരു ദുർവാസാവിൻ്റെ മട്ട് മൂക്കിൻ്റെ മുകളിൽ, ദുർവാസാവിന് ഒക്കെ മൂക്കുമ്പിലാണല്ലോ. അദ്ദേഹത്തിന് ചിലപ്പോൾ പെട്ടെന്നൊക്കെ ദേഷ്യം വരും. ചിലപ്പം സംഭാരം കൊടുത്താലും വരും, ചിലപ്പം കൊടുത്തിട്ടില്ലെങ്കിലും വരും. ചിലപ്പോൾ കസേര കൊടുത്താലും വരും, കസേര കൊടുത്തിട്ടില്ലെങ്കിലും വരും. അപ്പോൾ അതെപ്പോഴാണ് വരിക എന്നറിയില്ല. അത് അദ്ദേഹത്തിന് തന്നെ അറിയുള്ളൂ എപ്പോഴാണ് വരിക എന്ന്. എന്ത് ഒരു ശുണ്ഠി, ദുർവാസാവിൻ്റെ മാതിരി അങ്ങനെ ശുണ്ഠിക്കാരനല്ലെങ്കിലും നമ്മൾ ഈ മൂക്കിന് തോണ്ടിയാൽ എന്ത് വരും? ശുണ്ഠി വരില്ല. അപ്പോൾ അതിപ്പോൾ തോണ്ടി ഉണ്ടാക്കിയ ശുണ്ഠി അത് ഏത് രാജാവായിട്ട് ചെയ്തുണ്ടാക്കിയതാണ് ഇപ്പം ദുർവാസാവിൻ്റെ. അപ്പം എന്താ വെച്ചാൽ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. രാജാവ് അന്നത്തെ കാലത്തെ രാജാക്കന്മാർക്കൊരു ധർമ്മത്തിൻ്റെ സമ്പ്രദായത്തിൽ ഒരു ഉറപ്പ് കണക്കാക്കും. എന്തായാലും മഹർഷിമാരോടൊക്കെ പെരുമാറുമ്പോൾ എന്തായാലും തെറ്റി പെരുമാറില്ല എന്നൊരു ധാരണ അന്നുണ്ട്. അപ്പം തൻ്റെ മുമ്പിൽ വന്ന് ആദ്യം വാഗ്ദാനം ചെയ്തിട്ട് വാഗ്ദാനം തെറ്റിക്കുക എന്ന് പറയുന്നത് അന്നത്തെ പതിവും അല്ല, ആ പതിവില്ലാത്ത സമ്പ്രദായം. അപ്പം അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുകയും ചെയ്തു, പൂർവമർത്ഥം പ്രതിശ്രുത്യ പ്രതിജ്ഞാം ഹാതുമിച്ഛസി രാഘവാണാമയുക്തോയം കുലസ്യാസ്യ വിപര്യയ. അതുകൊണ്ട് ഞാൻ പറയണേ, പൂർവം അർത്ഥം പ്രതിശ്രുത്യ, ആദ്യം ഒരു കാര്യം ചെയ്യാമെന്ന് ഏറ്റിട്ട് പ്രതിജ്ഞാം ഹാതുമിച്ഛസി, എന്നിട്ട് ഇപ്പം പ്രതിജ്ഞ കളയണു. പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് കൊടുക്കണതിൻ്റെ പേരാണ് പ്രതിജ്ഞ. ആദ്യം ഒരു വാക്ക് തന്നിട്ട് ഇപ്പോൾ ആ വാക്ക് കളയണോ. രാഘവാണാം അയുക്തോയം, ഇതൊന്നും രാഘവന്മാർക്ക് ചേർന്നതല്ല. രാഘവന്മാരെ രഘുവിൻ്റെ വംശത്തിൽ ജനിച്ചവർക്ക് ചേർന്ന സമ്പ്രദായം അല്ല ഇത് രാജാവേ. കുലസ്യാസ്യ വിപര്യയ, ഈ വംശത്തിലുണ്ടായൊരു വൈപരീത്യപ്പേ കാണുന്നത്. ഈ വംശത്തിൽ ഇങ്ങനെ ഒരു വൈപരീത്യം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ ഇതിന് ദശരഥന് മുമ്പുള്ളവരെയൊക്കെ പരിചയമുള്ള ആളാണ് ആര്? അദ്ദേഹം ഇവിടെ അദ്ദേഹം നല്ലോണം പരിചയമുള്ള ആളാണേ, ആദ്യം വരുമൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം മുഷ്ഞ്ഞു. ആര് മുഷ്ഞ്ഞു? മഹർഷി മുഷ്ഞ്ഞിട്ട് പറയും, യദീദം തേ ക്ഷമം രാജൻ ഗമിഷ്യാമി യഥാഗതം. അങ്ങ് പറഞ്ഞത് അങ്ങക്ക് കേമാണെന്ന് തോന്നുന്നു വെച്ചാൽ ഒരു കാര്യം മനസ്സിരുത്തിക്കോളൂ, ഞാൻ വന്ന മാതിരി പൊയ്ക്കോളാം. ഗമിഷ്യാമി, പൊയ്ക്കോളാം. യഥാ ആഗതം, എങ്ങനെയാണോ വന്നത് അങ്ങനെ ഞാൻ പൊയ്ക്കോളാം. എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ വന്നത് എങ്ങനെയാണ്? ഒറ്റയ്ക്കാണ് വന്നത്. എങ്ങനെ പൊയ്ക്കോളാം? ഒറ്റയ്ക്ക് തന്നെ പൊയ്ക്കോളാം. അങ്ങയുടെ മകനെ കൂടാണ്ട് തന്നെ ഞാൻ പൊയ്ക്കോളാം. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, മിഥ്യാപ്രതിജ്ഞ കാകുൽസ്ഥ സുഖീ ഭവ സബന്ധവ. അത് വേണ്ടിയിരുന്നില്ല. ഒടുക്കത്തെ വാചകം എന്താ പറഞ്ഞത്? മിഥ്യാപ്രതിജ്ഞൻ അസത്യം പറഞ്ഞ സത്യപ്രതിജ്ഞ തെറ്റിച്ച അങ്ങ് എന്തായിട്ടിരിക്കട്ടെ, അത് അമ്പോ സുഖീ ഭവ സബന്ധവ. എന്തായാലും സത്യവാക്യം തെറ്റിച്ച് അങ്ങ് സുഖമായിട്ടിരിക്കട്ടെ. എന്നുവെച്ചെന്താർത്ഥം? സത്യപ്രതിജ്ഞ തെറ്റിച്ച് അങ്ങ് സുഖമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ വാചകത്തിൻ്റെ അർത്ഥം എന്താ? സത്യപ്രതിജ്ഞ തെറ്റിച്ചാൽ സുഖമായിട്ടിരിക്കുമോ? ഇരിക്കില്ല. ഒരു കാലത്ത് അങ്ങക്ക് സുഖാവുമെന്ന് തോന്നണില്ല കേട്ടോ എന്നും പറഞ്ഞു. അയ്യോ, ഇതങ്ങോട്ട് കേട്ട് രാജാവാണ്. തസ്യ രോഷപരീതസ്യ വിശ്വാമിത്രസ്യ ധീമത ചചാല വസുധാ കൃഷ്ണ ദേവാനാം ച ഭയം മഹൽ. മഹർഷി ഇതിങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് തിരിഞ്ഞപ്പം ചചാല വസുധ. വസുധ എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി. ചചാല കുലുങ്ങിന്ന്.
മഹർഷി ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഭൂമി കുലുങ്ങി. ദേവന്മാരൊക്കെ എന്ത് ചെയ്തു? ഞെട്ടി വിറച്ച് പേടിച്ചു. ഈ പരാക്രമൻ്റെ മഹർഷിയുടെ പുറപ്പാട് കണ്ടിട്ട് അമ്പോ പേടിച്ചു പോയി. അപ്പം എന്തുണ്ടായത്? ഒന്നും പറയണ്ട. ഇതിങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് രാജാവ് ഞെട്ടിയിരിക്കണേ. ഇക്ഷ്വാകൂണാം കുലേ ജാത സാക്ഷാൽ ധർമ്മൈവാപര ധൃതിമാൻ സുഹൃത ശ്രീമാൻ ന ധർമ്മം ഹാതുമരിഹസി. ഇതിങ്ങോട്ട് കേട്ടപ്പോഴേക്ക് എന്താണ്ടായത്? രാജാവേ, അങ്ങ് നന്നായില്ലേ ചെയ്തത്? ഈ ധർമ്മത്തെ തെറ്റിച്ചത് ഒട്ടും നന്നായില്ല എന്ന് പറഞ്ഞ് ഇഷ്ടാപൂർത്ത വധം അങ്ങക്ക് ഉണ്ടാവുന്നു. ഇഷ്ടാപൂർത്ത വധം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ? അതങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ഇഷ്ടാപൂർത്തം എന്ന് പറയുന്നതൊരു വലിയ മഹിമയാണ്. ഇഷ്ടാപൂർത്തങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ. അതായത് സൽക്കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ യാഗം യജ്ഞം ഒക്കെ സൽക്കർമ്മങ്ങൾ തന്നെയാണ്. ആ ജാതി സൽക്കർമ്മമല്ല. പിന്നെ എന്താ? ദാനം, അതുപോലെ തന്നെ ദാനം കൊടുക്കുക. പിന്നെ വേറെ എന്താ ഇപ്പോൾ പറയുക? മരങ്ങൾ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുക, റോഡിൻ്റെ വക്കത്ത് കുളം കുഴിക്കുക, ആളുകൾക്ക് കുളിക്കാനൊക്കെ ആയിട്ട്. പിന്നെ വെള്ളം കിട്ടാത്ത നാട്ടിൽ എല്ലാവർക്കും കൂടി വെള്ളം എടുത്ത് ഉപയോഗിക്കാനായിട്ട് കിണർ കുഴിക്കുക, വഴി നന്നാക്കുക, അത്താണി പണിയുക. അത്താണി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും? അത്താണി എന്ന് മനസ്സിലാവില്ലേ? ഈ പഴയ കാലത്ത് ചുമടേറ്റി നടക്കണവർക്ക് ഈ ചുമട തലച്ചുമടായിട്ടാണല്ലോ അന്ന് സാധനങ്ങൾ കൊണ്ടുപോവുക. അങ്ങടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോവുക, തലയിലേറ്റിയിട്ടല്ലേ കൊണ്ടുപോവുക. അപ്പം അങ്ങനെ ചുമടേറ്റി കഷ്ടപ്പെട്ട് നടക്കണ പാവപ്പെട്ട ആളുകൾക്ക് കുറേ നേരം നടക്കുമ്പോൾ വയ്യേണ്ട ഈ സാധനം ഒന്ന് ഇറക്കി വെച്ച് വിശ്രമിക്കണമല്ലോ. അപ്പം നിലത്തിറക്കി വെച്ചാൽ തലയിലേക്ക് ഏറ്റി പിടിച്ച് കൊടുക്കാൻ പിന്നെ ആരെങ്കിലും വേണ്ടി വരും. അന്നൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ കുറവായതുകൊണ്ടും വഴിയിലൊന്നും ഇപ്പോൾ ഇന്നത്തെ മാതിരി തിക്കിയും തള്ളിയൊന്നും ആളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് വരും? ഇത് പിടിച്ചേറ്റി തരാനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? അത്താണി എന്ന് പറഞ്ഞ ഒരു ഉയരമുള്ള സ്ഥലം ഉണ്ടാവും. അതിൻ്റെ മുകളിലേക്ക് ഇത് ചെരിച്ച് അങ്ങോട്ട് വെക്കും. എന്നിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ചു. അപ്പുറത്തെ ഈ തണ്ണീർ പന്തൽ പോലെ സംഭാരം വെള്ളമൊക്കെ കൊടുക്കുന്ന സ്ഥലമുണ്ട്. അതൊന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കും. ഇരുന്ന് വിശ്രമിച്ച് ഇത്തിരി ഒരു ക്ഷീണമൊക്കെ തീർന്ന ആശ്വാസമായാൽ വീണ്ടും ഈ ചുമട് ഉരുട്ടി മറിച്ച് തലയിലേക്ക് തന്നെ വെച്ച് അവരെന്ത് ചെയ്യും? നടന്നു. വലിയൊരു ഉപകാരമാണ് ഈ അത്താണി. അതുകൊണ്ടല്ലേ നമ്മൾ പറയപ്പോഴും അദ്ദേഹമാണ് ഒരു അത്താണി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ചുമടേറ്റി വെക്കുന്ന സ്ഥലം എന്നാണോ? അല്ല, ഒരാശ്രയം എന്നാണ്. കഷ്ടം വരുമ്പോൾ ഒരാശ്രയം ഉള്ളതിനൊക്കെ നമ്മൾ അത്താണി, കുടുംബത്തിൻ്റെ അത്താണി അറിഞ്ഞു. പിന്നെന്ത്? അതൊക്കെ പിന്നെ സാഹിത്യ ഭാഷയാവാൻ കാരണം ഈ ഒരു ചുമട എല്ലാ ഭാരങ്ങളും സ്വയം ഏറ്റുവാങ്ങി ആ ഭാരം ഏറ്റിയാളെ രക്ഷിച്ച് അനുഗ്രഹിച്ച് ആശ്വസിപ്പിക്കുക എന്നുള്ളൊരു പ്രത്യേകതയുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തൊക്കെ വേണ്ട മാതിരി ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ അതൊക്കെ പറയുന്നത് അത്താണി. പണ്ടൊക്കെ അത്താണി പണിയിൽ വലിയ കേമാണേ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ പറയാണ്, ഈ ഇഷ്ടാപൂർത്തം, അതൊക്കെ ഇഷ്ടാപൂർത്തത്തിൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? യജ്ഞയാഗാദികളെയും പൂജകൾ, ഹോമങ്ങൾ ഇത്യാദി ക്രിയകളാണ് ഇഷ്ടകർമ്മം. പൂർത്തകർമ്മമാണ് ഏത്? ഈ പറഞ്ഞ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. അങ്ങനെ എന്താണ്? അനാഥശാല പണിയുക, അങ്ങനെ ആരും ഇല്ലാത്ത കുട്ടികളെ പഠിപ്പിക്കാനും ഊണൊഴിക്കാനൊക്കെ നിവൃത്തി ഉണ്ടാക്കി കൊടുക്കുക, ആരും ഇല്ലാത്തവർക്ക് താമസിക്കാനൊക്കെ ഉണ്ടാക്കി സൗകര്യം ചെയ്തു കൊടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. കഷ്ടപ്പെടുന്നവർക്ക് ആഹാരവും ഭക്ഷണവും വെള്ളമൊക്കെ കൊടുക്കുക, വഴിവക്കത്ത് മരങ്ങൾ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, പശുവിന് വെള്ളം കുടിക്കാനായിട്ട് കൽത്തൊട്ടികൾ. എന്താ? അങ്ങനെ കേട്ടാൽ പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ കേട്ടിട്ടുണ്ടോ? തൊട്ടി പറഞ്ഞാലേ ഈ പശുവിന് വെള്ളം കുടിക്കാൻ വലിയ പാത്രം, അത് കല്ലിൽ കുഴിച്ച് തുളച്ചുണ്ടാക്കും പണ്ട്. കരിങ്കല്ലിൽ ഈ കൊത്തി കുഴിച്ച് കല്ലുകൊണ്ടൊരു വലിയ പാത്രം. എന്താ വെച്ചാൽ കല്ലിൻ്റെ പാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ പണിക്കാരി ഏർപ്പാടാക്കും. പണ്ടൊക്കെ പശു മേഞ്ഞ് നടക്കല്ലേ ചെയ്യുക, കെട്ടിയിട്ട് വളർത്തലല്ലോ ചെയ്യുക. പശുക്കൾ ഇങ്ങനെ പുല്ല് മേഞ്ഞ് നടക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ കഷ്ടമാകുമ്പോൾ എന്ത് ചെയ്യും? ഈ കൽത്തൊട്ടി പാത്രത്തിൽ വന്ന് വെള്ളം അങ്ങനെ കുടിക്കും. അപ്പോൾ പശുവിന് മറക്കാനൊന്നും പറ്റില്ല, കൽത്തൊട്ടി ആയതുകൊണ്ട് മറക്കാൻ പറ്റില്ലല്ലോ, നല്ല ഭാരം ഉണ്ടാവില്ലേ. അപ്പോൾ അതങ്ങനെ ഇരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ സിമെൻറ്റിൻ്റെ ഒക്കെ ഒരു കൂട്ടം പാത്രം കണ്ടില്ലേ? ചെടി വളർത്തുന്നു, താമരപ്പൂവൊക്കെ വളർത്തുന്ന ജാതി, അതേ ജാതിയിൽ കല്ലുകൊണ്ട് പണ്ട് പാത്രം ഉണ്ടാക്കിയിട്ട് വെക്കും. കരിങ്കല്ലെന്ന് സിമെൻ്റ് ഇല്ലല്ലോ. അതാണ് കൽത്തൊട്ടി. വലിയ പുണ്യകർമ്മമാണ്. പശുവിന് പുല്ല് മേയാനുള്ള സൗകര്യങ്ങൾ അതൊക്കെ ചെയ്ത് വയ്ക്കുക. അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യണതിനാണ് പൂർത്തം എന്ന് പറയുക. അതായത് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സാമൂഹ്യ സേവാ പ്രവൃത്തികൾ, സമൂഹത്തിന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ. ഇത് രണ്ടും ഇല്ലാതെ കണ്ടാക്കൽ ലോകത്തിൽ വലിയ ദുഷ്ടതയാണ്. ഇഷ്ടാപൂർത്ത വധം എന്നാണ് അതിന് പറയുക. ഒരാൾ യജ്ഞം കഴിക്കുമ്പം നശിപ്പിക്കുക, ഇല്ലെങ്കിൽ ഉപദ്രവിക്കുക, തടസ്സപ്പെടുത്തുക. ഒരാൾ ഇതുപോലെ സൽക്കർമ്മം ചെയ്യുക നോട്ടിക്കോളൂ, നാടിന് നന്മ ഉണ്ടാവാൻ എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അതിന് തടസ്സപ്പെടുത്തുക. ഇതൊക്കെ അവനൊക്കെ എന്താ പറയാന്നറിയോ? സാമൂഹ്യ വിരുദ്ധൻ എന്ന് പറയും, ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ് എന്ന് പറയുന്നത് സാമൂഹ്യ വിരുദ്ധ ശക്തികളാണ്. അത്തരത്തിലുള്ളവരെയൊന്നും നമ്മൾ എന്ത് ചെയ്യില്ലേ? സമൂഹത്തിൽ യോഗ്യന്മാരായിട്ട് കണക്കാക്കില്ല, ദുഷ്ടന്മാരായിട്ട് സാമൂഹ്യ വിരുദ്ധരായിട്ട് കൂട്ടും ചെയ്യും. ആ ജാതി പാപമാണ് ഉണ്ടാവുക. ഇങ്ങനെ സത്യവാക്ക് തെറ്റിച്ചാലെന്നൊക്കെ പറഞ്ഞ് മഹർഷി പോവാൻ പുറപ്പെട്ടപ്പം ഈ രാജാവ് ദശരഥൻ ഇങ്ങനെ അന്തല്യായ കാണിച്ചു പോയിച്ചാലും അദ്ദേഹത്തിന് എന്താണെന്നാണെങ്കിൽ വീണ്ടും വിചാരം ഉണ്ടായി, ചെയ്തത് അബദ്ധമായിപ്പോയി എന്ന് വിഡ്ഢിത്തായി. എപ്പോഴും എന്താണെന്നറിയൂ, നമ്മൾ ഒന്നങ്ങോട്ട് ചെയ്തിട്ട് പിന്നീട് വിഡ്ഢിത്തായിപ്പോയി എന്ന് തോന്നുമ്പം അതിൻ്റെ അർത്ഥം നമ്മൾ വേണ്ട മാതിരിയല്ല തീരുമാനിക്കണതെന്ന് അതിൻ്റെ അർത്ഥം.
എന്തെങ്കിലും ചെയ്തതിൻ്റെ ശേഷം വിഡ്ഢിതായി പോയി എന്ന് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് തോന്നുക വെച്ചാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ എന്നും തോന്നുക വെച്ചാലോ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ തീരുമാനങ്ങളൊന്നും എടുക്കുന്നത് നേരെയല്ല എന്നാണ്. വേണ്ട മാതിരി ചിന്തിച്ചിട്ടല്ല, വേണ്ട മാതിരി കണക്കാക്കണില്ല, വേണ്ട മാതിരി വിശകലനം ചെയ്യണില്ല. നമ്മളെന്ത് ചെയ്യണു? അങ്ങോട്ട് ഇറങ്ങി ചാടി പുറപ്പെടണം. അതായത് ഈ അപ്പോൾ ദശരഥൻ്റെ ഒരു ചെറിയ സ്വഭാവമാണ് എന്തിനങ്ങോട്ട് ചാടി പുറപ്പെടുക എന്നുള്ളത്. എന്താ മനസ്സിലാവണില്ലേ? ചിന്തിക്കണതിൻ്റെ മുമ്പ് പ്രവൃത്തി ചെയ്യലാണ് എന്തൊരു ബുദ്ധിമുട്ട്. അതൊരു ലേശം ആർക്കുണ്ട്? ദശരഥനുണ്ട്, സംശയമില്ല. ശരിയല്ലേ? ഇത് ഇല്ല ചിന്തിച്ചാലോചിച്ചിട്ട് ബുദ്ധിമുട്ട് വരില്ലല്ലോ. അങ്ങനെ ചെയ്ത് അപ്പോൾ ഒടുക്കപ്പം എന്താണ്ടായി ചോദിച്ചാലേ ഒന്നും പറയണ്ട. ഈ ഉണ്ണിയപ്പം പറഞ്ഞേക്ക് ഇപ്പം എന്താ വേണ്ടോ, ആകെ കഷ്ടമായില്ലോ എന്ന് വെച്ചാൽ ഇങ്ങനെ. അപ്പം ഇതിപ്പോൾ ഈ വലിയ ബുദ്ധിമുട്ടായി, രാജ്യത്തിനും നാശം ലോകത്തിനും നാശം ഇതൊക്കെ വന്നു. അപ്പം എന്തേപ്പോൾ വേണ്ടു പോയിട്ടപ്പം രാജാവ് ഇങ്ങനെ ചിന്തിച്ചു. രാജാവ് ചിന്തിച്ചത് എന്താണെന്നാണെങ്കിൽ ഇതുകൊണ്ടിപ്പം പുത്രനെ അയക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നാടിനും വീടിനും കൊട്ടാരത്തിനും ഒക്കെ മകനും വംശത്തിനും ഒക്കെ നാശം ഉണ്ടാവാൻ പോകുന്നത്. എന്താ ചെയ്യുക? ഒരു രൂപം കിട്ടണില്ലല്ലോ. അപ്പം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് മഹാരാജാവ് എന്താ വേണ്ടത് എന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പം അദ്ദേഹം എന്തേന്നാണെങ്കിൽ മഹർഷിയുടെ മുമ്പിൽ നിന്ന് മേഘം അവിടുന്ന് പോന്നു. വിശ്വാമിത്ര മഹർഷിയുടെ മുമ്പിൽ നിന്ന് പോന്നിട്ട് ഇനി ആശ്രയിക്കാനുള്ള ഒരാളേ ഉള്ളൂ. അത് ആരാന്നറിയൂ? അത് വസിഷ്ഠരാ, ഗുരുനാഥൻ. നമ്മൾ ഈ അറ്റം മുട്ടുമ്പോൾ അവിടേക്ക് പോവുക. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള വയ്യായൊക്കെ വരുമ്പോൾ നമ്മൾ തീരെ വയ്യായി നമ്മൾ മറ്റേ ജാതി മരുന്ന് തേച്ച് നോക്കും, മറ്റേത് അരച്ച് തേച്ച് നോക്കും, മറ്റേ പൊടിച്ചിട്ട് നോക്കും, പിന്നെ കുറേ പല ജാതി നമ്മളെ കൊണ്ട് പറ്റുന്ന ജാതി നാട്ടിലെല്ലാ സാധനങ്ങളും നോക്കിയിട്ട് പറ്റാണ്ടേ ആയിട്ട് ഏതാണ്ട് അതിന് ഡോക്ടർക്കും കൂടി പറ്റാണ്ടേ ആവാറാവുമ്പോഴാണ് നമ്മൾ എവിടേക്ക് പോവുക. പൊതുവെ എങ്ങനെയാണ് ഡോക്ടറെ കാണാൻ പോവുക. എന്നിട്ട് പിന്നെ അദ്ദേഹം കഷ്ടപ്പെടണം നേരെയാക്കാൻ. ആദ്യം പോയായിരുന്നു വെച്ചാൽ പെട്ടെന്ന് നേരി, പക്ഷെ പോവില്ല. അത് നമ്മളിനിയിപ്പോൾ എന്തൊക്കെ പ്രസംഗം കേട്ടാലും നമ്മൾ ആരും പോവില്ല. പോവൂ പരമാവധി നോക്കിയിട്ടേ പോവുള്ളൂ. അതൊരു ലോകത്തിൻ്റെ ഒരു നമ്മൾ പരമാവധി വിചാരിക്കും അങ്ങനെയാണെന്ന്. അപ്പോൾ ഈ രാജാവ് ആദ്യം വിഡ്ഢിത്തൊക്കെ കാണിച്ചു കൊടുക്കാൻ കഷ്ടത്തിലായപ്പോൾ എവിടേക്ക് ചെന്നു? വേഗം വസിഷ്ഠൻ ഗുരുനാഥൻ്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ചു. ഗുരുനാഥ, അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്, അങ്ങ് അതൊന്ന് പരിഹരിച്ചു തരണം. ഇല്ലച്ചാൽ വേറെ നിവൃത്തിയൊന്നും ഇപ്പം ഞാൻ നിരീക്ഷപ്പോൾ അത് നേരെയാവില്ല. വസിഷ്ഠർ എന്ത് ചെയ്തു? വസിഷ്ഠർ ഈ രാജാവിൻ്റെ വിഷമം വെപ്രാളൊക്കെ കണ്ടപ്പോൾ വസിഷ്ഠർ എന്ത് ചെയ്തു എന്നാണെങ്കിൽ അടുത്തേക്ക് ചെന്ന് രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, രാജാവിനോട് പറഞ്ഞു, അതേ രാജാവ് ഒരു കാര്യം ചെയ്യൂ, അങ്ങിപ്പോൾ വിചാരിക്കും എന്താ വെച്ചാൽ അങ്ങയുടെ മകനെ കൊണ്ടുപോയിട്ട് വേണം അദ്ദേഹത്തിന് യജ്ഞം പൂർത്തിയാക്കി നേരെയാക്കാമെന്ന്. വിഡ്ഢിത്ത രാജാവേ, അങ്ങയുടെ മകൻ്റെ സഹായമൊന്നും ആർക്കാവശ്യമില്ല, ആ മഹർഷിക്ക് ആവശ്യമില്ല. അദ്ദേഹത്തിനെ കുറിച്ച് അങ്ങക്ക് ചിലപ്പോൾ നിശ്ചയം ഉണ്ടാവില്ല നല്ലോണം. ഞാൻ പറഞ്ഞുതരാം, ഈ ലോകം ഇങ്ങനെ പൊടിച്ചിട്ട് വീണ്ടും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇപ്പം തന്നെ അങ്ങക്ക് തന്നിട്ട് അദ്ദേഹം പോയി ഇഡ്ഡലി കഴിക്കും വേണമെങ്കിൽ. മനസ്സിലാവില്ല? ഇഡ്ഡലി കഴിക്കണതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ അദ്ദേഹം ഈ ലോകം ഇങ്ങനെ പൊടിച്ച് പൊടിയാക്കി തകർത്തതിൻ്റെ ശേഷം വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ആർക്ക് തരും? അങ്ങേക്ക് തരും. അതുകൊണ്ടാണ് ഈ പറയുന്നത് എന്ത്? അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? കൃതാസ്ത്രം അകൃതാസ്ത്രം വാ നൈനം ശക്ഷ്യന്തി രാക്ഷസാഹ. അതായത് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആയുധമായിട്ടോ ആയുധമില്ലാതെയോ വരാനൊന്നും ആർക്ക് പറ്റില്ല, ഒരാൾക്കും പറ്റില്ല. അതുകൊണ്ട് ആയുധത്തോടു കൂടിയിട്ടോ ആയുധമില്ലാതെയോ ഈ മഹർഷിയുടെ അടുത്ത് നേരെ ചെന്ന് അദ്ദേഹത്തെ തോൽപ്പിക്കാനോ ആക്രമിക്കാനോ ഒരു രാക്ഷസനോ അല്ലെങ്കിൽ ഒരു ദേവനോ അല്ലെങ്കിൽ ഒരു മനുഷ്യനൊന്നും പറ്റില്ല. അത്രയ്ക്ക് കേമന. അസ്ത്രം ഉണ്ടെങ്കിലും കയ്യിലല്ലെങ്കിലും എന്തായാലും കുഴപ്പമില്ല. അതുകൊണ്ട് അദ്ദേഹം മഹാകേമനാണ്, ധർമ്മത്തിൻ്റെ മൂർത്തി സ്വരൂപമാണ്. അതിനെന്ത് വേണ്ടു വെച്ചാൽ നോക്കൂ, ഈ ഏഷ ബുദ്ധ്യാധികോ ലോകേ തപസശ്ച പരായണം. അദ്ദേഹത്തോളം ബുദ്ധി, അദ്ദേഹത്തോളം തപസ്സുള്ളവരൊന്നും ലോകത്തിലില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്താ വെച്ചിട്ടുണ്ടോ, ഈ അസുരന്മാരെയും രാക്ഷസന്മാരെയൊക്കെ കൊല്ലാൻ അദ്ദേഹം തന്നെ മതി എന്നിരിക്കെ ഇവിടെ വന്ന് അങ്ങയുടെ മകനെ ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ? എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കല്ല, പിന്നെ എന്തിനാണെന്നറിയോ? അങ്ങയുടെ മകന് ചില യോഗ്യതകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണ്. അതൊന്ന് കണക്കാക്കി വെച്ചോളൂ കയ്യിൽ. അതുകൊണ്ട് മകനെ തരില്ല എന്ന് പറയുന്നത് നന്നായില്ല, പറഞ്ഞേച്ചോളൂ. അതുകൊണ്ടാവും ഉണ്ണിക്ക് നന്മയുണ്ടാവുള്ളൂ. ഞാനല്ലേ പറയുന്നത്, എന്ത് വേണ്ട, ഒന്നുകൊണ്ടും അങ്ങ് പരിഭ്രമിക്കേണ്ട. അങ്ങയുടെ പുത്രന് അങ്ങ് കൊടുത്തതായ നന്മകൾക്ക് ഉപരിയായ ചിലതൊക്കെ കൊടുക്കാൻ ആർക്ക് പറ്റും? ഈ വിശ്വാമിത്രർക്ക് പറ്റും. അതുകൊണ്ട് അതങ്ങ് കളയരുത്, ഒരവസരമാണ്.
നല്ലൊരു അവസരത്തിനാണ് അപ്പം അങ്ങ് എന്ത് ചെയ്ത് തടയിട്ട് വെച്ചത്. അത് ചെയ്യരുത്, തടസ്സം ചെയ്യരുത്. അതുകൊണ്ട് എന്ത് വേണ്ടു വെച്ചാൽ പുത്രനെ അയച്ചോളൂ എന്ന് വളരെ സാവകാശത്തിൽ വസിഷ്ഠർ ആരെ വിളിച്ച് പറഞ്ഞു കൊടുത്തു. എന്താ കാരണം ചോദിച്ചാൽ വിശ്വാമിത്രരെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയാൻ യോഗ്യനാരാണ്? വസിഷ്ഠരന്യ. അതെന്താ അങ്ങനെ ഒക്കെ പിന്നെ കാണാം. ഇപ്പം ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. വസിഷ്ഠരാണ് വിശ്വാമിത്രരെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് പറയാൻ യോഗ്യൻ. എന്താ കാരണം എന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്. അവരുടെ രണ്ടാളുടെയും ബന്ധം വളരെ നല്ല ബന്ധം അവർ തമ്മിലേ. ഇപ്പോൾ വിശ്വാമിത്രരെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളാണ് ആര്? വസിഷ്ഠർ. അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്, ഒരു പൊങ്ങച്ചം പറഞ്ഞതല്ല. അതുകൊണ്ട് അങ്ങയുടെ മകനെ അയച്ചോളൂ. അപ്പോൾ ഈ വസിഷ്ഠർ ഈ വിധം നല്ല നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് തേഷാം നിഗ്രഹണേ ശക്യത സ്വയം ച കുശികാത്മജ തവ പുത്രഹിതാർത്ഥായ ത്വാം ഉപേത്യാഭിയാചത്തെ. അതുണ്ടായത് എന്തെന്നാണെങ്കിൽ തേഷാം നിഗ്രഹണേ ശക്തത. ഈ അസുരന്മാരെയൊക്കെ നിഗ്രഹിക്കുന്ന കാര്യത്തിൽ വലിയ ശക്തിയുള്ള ആളാണ് ഈ മഹർഷി. എന്നിരിക്കെ തവ പുത്രഹിതാർത്ഥായ, എന്താണ്? തവ പുത്രഹിതാർത്ഥായ, അങ്ങയുടെ പുത്രൻ്റെ നന്മയ്ക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ മഹർഷി ഇവിടെ വന്നിട്ട് അങ്ങയുടെ അടുത്ത് യാചിച്ചത്, യാചിക്കുക ചെയ്തതേ. അതുകൊണ്ട് അങ്ങ് മനസ്സിരുത്തിക്കോളൂ, പറഞ്ഞയച്ചോളൂ. ഇത് കേട്ടപ്പോൾ വിശ്വാമിത്രരുടെ ആ ഒരു വലിയ പുറപ്പാടും വസിഷ്ഠരുടെ ആ സാന്ത്വനപ്പെടുത്തലും ഒക്കെ ആയപ്പം പക്ഷെ വിശ്വാമിത്രരെ ശപിക്കുന്നുണ്ടായില്ല. അദ്ദേഹം ഒന്ന് മുഷിഞ്ഞു. അതിൻ്റെ മുമ്പ് തന്നെ വസിഷ്ഠരുടെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്തു. ഇടപെട്ടിട്ട് ഈ മുനി വചനാൽ പ്രസന്ന ചിത്തോ രഘുവൃഷഭസ്തു മോദ ഭാസുരംഗ. രാജാവിന് സമാധാനമായി. എന്താ വെച്ചാൽ നല്ല കാര്യമാണല്ലോ വരാൻ പോണത്. ഗമനമഭിരുരോചരാഘവസ്യ പ്രഥിതയശാ കുശികാൽമജായ ബുദ്ധിയാ. എന്നാ കൊടുക്ക കുട്ടികളെ. ആര് വിചാരിച്ചു? മഹാരാജാവ്. രാജാവ് എന്താ ചെയ്തു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വിശ്വാമിത്രരെ വന്ന് ഇങ്ങനെയൊക്കെ ഒരു വിഷമം ഉണ്ടായപ്പോഴും ഈ ദശരഥൻ ഇവിടെ ഒരു പക്വത കാണിച്ചു. അവിടെ കാണിക്കാത്തത്. എവിടെ കാണിക്കാത്തത്? മഹർഷിയുടെ മുമ്പിൽ കാണിക്കാത്ത ഒരു പാകത എവിടെ കാണിച്ചു? വസിഷ്ഠരുടെ മുമ്പിൽ എത്തിച്ചു. അതായത് ഒരു സംശയം വരുന്ന സമയത്ത് എന്താ വേണ്ടതെന്നൊരു തർക്കം ഉണ്ടാവുമ്പം മനസ്സിൻ്റെ ഉള്ളിലൊരു ചാഞ്ചല്യം അതോ ഇതോ ഏത് എന്ത് എങ്ങനെയെന്നൊരു വെപ്രാളം ഉണ്ടാവുന്ന സമയത്ത് അടക്കത്തോടു കൂടി നമ്മൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ ചില ഇതിൽ പറ്റിയെന്ന് വരില്ല. ചില വെപ്രാളം കൊണ്ടോ പരാക്രമം കൊണ്ടോ ഒക്കെ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ തോന്നും പോലെ എന്തെങ്കിലും ചെയ്ത് ഇതിനേക്കാളും വലിയ അന്തല്യായിൽ പിന്നെ ചെന്ന് ചാറിൽ ബുദ്ധിയല്ല വിട്ടിത്താണ്. മഹാരാജാവ് ഇത് ചെയ്തു? ഗുരുനാഥൻ്റെ അടുത്ത് ചെന്ന് ശാന്തമായിട്ട് ചോദിച്ചു, എന്താ നിവൃത്തി ചോദിച്ചു. അതാണ് പ്രശ്നം ഉണ്ടാക്കിച്ചാലും അത് പരിഹരിക്കാനും കൂടി ആരും ഉത്സാഹിച്ച് നേരിയ പുറപ്പെട്ടു. രാജാവ് പുറപ്പെട്ടു. രാജാവ് വസിഷ്ഠരെ ചെന്ന് കണ്ട് കാര്യം പരിഹരിച്ചു. വസിഷ്ഠരുടെ വർത്തമാനം കേട്ടപ്പം അദ്ദേഹം എന്ത് ചെയ്തു? മകനെ വിളിച്ചിരുത്തി കൃതസ്വസ്തീനൊക്കെ ചെയ്ത് അനുഗ്രഹിച്ചിട്ട് സപുത്രം മൂർധ്നുപക്രായ രാജാ ദശരഥ പ്രിയം ദദൗ കുശികപുത്രായ സുപ്രീതേന അന്തരാത്മന. അതുണ്ട് ഈ ദദൗ കൊടുത്തു. ആർക്ക് കൊടുത്തു? ഈ മഹർഷിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് മഹർഷീശ്വര. അതെ, ഇപ്പോൾ ലേശ്വര അന്തല്യായെ പറ്റി അതിൻ്റെ ഇടയ്ക്ക് അതേ ഉണ്ടായത്. ഇപ്പം നേരെയായി. എന്ത് മറ്റേ ഗുളിക ചെന്നപ്പോളേ ഏത് ലേശൊരു അസ്ഥിത ഉണ്ടായിരുന്നൊക്കെ അപ്പം നേരെയായി. ആരുടെ മരുന്നാണ് കഴിച്ചത്? വസിഷ്ഠരുടെ മരുന്ന് കഴിച്ചപ്പോൾ ഒരാശ്വാസം ഉണ്ട്. ഇപ്പം രൂപം കിട്ടുന്നുണ്ട്, കണ്ണൊക്കെ കാണാനുണ്ട്. അതുകൊണ്ട് ദദൗ കുശികപുത്രായ, ആ കുശികപുത്രനായ വിശ്വാമിത്രരുടെ കയ്യിലേക്ക് സുപ്രീതേന അന്തരാത്മന, മുഷിഞ്ഞിട്ടല്ല കൊടുത്തത്, സുപ്രീതേന അന്തരാത്മന, ഉള്ളു തെളിഞ്ഞ് മകനെ ആർക്ക് കൊടുത്തു? വിശ്വാമിത്രർ കൊടുത്തു. വിശ്വാമിത്രർ എന്താ ചെയ്തു വെച്ചാൽ സന്തോഷമായി. ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല. വിശ്വാമിത്രരുടെ എന്നാൽ വിശ്വാമിത്രർ നക്കിപ്പോൾ തൻ്റെ മകനെയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മുഷിഞ്ഞു പോയില്ല. എന്താ കാരണം? അദ്ദേഹം വന്നതും ചില ഉദ്ദേശത്തിൽ തന്നെയാണ്. എങ്ങനെയെങ്കിലും ഈ ഉണ്ണിയെ കൊണ്ടോ ആ വിശ്വാമിത്രരുടെ വലിയൊരു മഹാത്മാവിടെ നമുക്കിപ്പം തോന്നും ഇദ്ദേഹം എന്താ അങ്ങനെയെന്നൊക്കെ തോന്നും. കുറച്ച് കഴിഞ്ഞാൽ ചിലരെ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ എന്താ അതിങ്ങനെ എന്നൊക്കെ തോന്നും. അടുത്ത് പെരുമാറുമ്പോഴാണ് മനസ്സിലാവും ആ കേമനാണെന്ന്. ശരിയല്ലേ? ചിലരെ അങ്ങനെയൊക്കെ ഉണ്ട്. ചിലരെ നമുക്ക് തോന്നുന്ന ആൾ ദേഷ്യക്കാരനാണ്, കോപക്കാരനാണ്, അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെയൊന്നും ആവില്ല. ചില ചെറുത്തിരി ദേഷ്യം കോപമൊക്കെ ചിലപ്പോൾ വേണം. ഇല്ലെങ്കിൽ എന്താണ്ടാവും? ചില ദിക്കിലൊക്കെ ഇപ്പം നമ്മൾ കുട്ടികളുടെ നേരെ ഇങ്ങനെ എപ്പോഴും കൊഞ്ചിച്ച് എന്താ ഉണ്ടാവുന്നത്? അവർക്ക് കുട്ടികൾ പിന്നെ വേറെ ആരെയും കൊഞ്ചിക്കാൻ എങ്ങടെയെങ്കിലുമൊക്കെ പോവും. കണ്ടിട്ടില്ലേ? അപ്പം നമ്മൾ കൊഞ്ചിക്കലൊക്കെ ആവാം. ഇടയ്ക്കൊക്കെ എന്ത് വേണം? ഒന്ന് കണ്ണൂരിട്ടേണ്ട ദിക്കിൽ ഒന്ന് കണ്ണൂരിട്ടണം, ഒന്ന് പേടിപ്പിക്കാം. ഒരു ഇറുക്കിലോണ്ടൊക്കെ വേണമെങ്കിൽ ബാലാവകാശ കമ്മീഷൻ കാണാതെയും
അങ്ങനെ ബാലാവകാശ കമ്മീഷൻ അറിയാതെ വേണമെങ്കിൽ ഇറുക്കിലോണ്ടൊക്കെ വേണമെങ്കിൽ കാലിൻ്റെ തുടയുമ്പോൾ ഒരു അടിയൊക്കെ കൊടുക്കാം. അങ്ങനെ ഒരു നിയമത്തിനൊന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. ചെറിയ ശിക്ഷകൾ ചെറിയ അങ്ങനെയൊക്കെ ആവാം, ചെറിയതൊക്കെ ആവാം. അതല്ല നമ്മൾ വെറും ഇങ്ങനെ കൊഞ്ചിക്കൽ മാത്രമായി എന്താണ്ടാവുക, ഒന്നും അറിയാവില്ല, വളഞ്ഞ് കഥയില്ലാണ്ടായിട്ട് തീരും. അങ്ങനെയൊക്കെയാണ് പൊതുവേ പതിവ്. അപ്പം ഇവിടെ എന്താ വെച്ചാൽ രാജാവ് ഈ മകനെ ആർക്ക് കൊടുത്തു, ഹൗത്ത കൊണ്ടുപോയിക്കോളും. അപ്പോൾ ഈ രാജാവ് ഈ കുട്ടിയെ മഹർഷിക്ക് കൊടുത്തപ്പോൾ ഈ മഹർഷി ലേശം ശുണ്ഠി എടുത്തു വെച്ചാലും വളരെ സന്തോഷമായിട്ട് ആ പുത്രനെ ഇങ്ങോട്ട് വാങ്ങിയിട്ട് പുഷ്പവൃഷ്ടിർ മഹത്യാസിൽ ദേവദുന്ദുഭി നിസ്വനൈഹി. അപ്പോൾ ഈ ഉണ്ണി രാജാവിൻ്റെ ഈ നിങ്ങളുടെ ഏറ്റു വാങ്ങിയപ്പോൾ പുഷ്പവൃഷ്ടിയൊക്കെ ഉണ്ടായി എന്നാ പറയുക. പുഷ്പവൃഷ്ടി ഉണ്ടാവുക എപ്പോഴാണെന്ന് അറിയാം, നല്ല കാര്യം നടക്കുമ്പോഴാണ്. എന്തോ ഒരു നല്ല കാര്യം വരിക എന്നുള്ള മട്ടിൽ പുഷ്പവൃഷ്ടിയൊക്കെ ഉണ്ടായി. കാകപക്ഷധരോ